ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഷെക്കിന ടിവിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ധ്യാന ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് വിശ്വാസം. വിശ്വാസത്തിലാണ് നമ്മുടെ ആധ്യാത്മികത നിർമ്മിക്കപ്പെടുന്നത്. ഈ വിശ്വാസത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ആദ്യമായി ഈശോ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ 3 വചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ ഈശോ മാർത്തായോട് പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലയോ. ഇവിടെ ഈശോ പറയുന്നത് വിശ്വസിക്കുന്നവർ ദൈവമഹത്വം ദർശിക്കും എന്നാണ്. വാസ്തവത്തിൽ ഇത് പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടു. മരിച്ച് 4-ാം ദിവസമായിരുന്ന ലാസറിനെ ഈശോ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ മഹത്വം അവിടെ വെളിവാക്കപ്പെട്ടു. അതിനുശേഷം മറ്റൊരു വചനഭാഗം നമുക്ക് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വചനം. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. പിശാച് ബാധിതനായ ഒരു ബാലനെയും കൊണ്ട് ആ ബാലന്റെ പിതാവ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശുവിനോട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇവനെ ഞാൻ കൊണ്ടുപോയി, എന്നാൽ ശിഷ്യന്മാർക്ക് ഇവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിനക്ക് സാധിക്കുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്തണമേ. ഉടനെ തന്നെ ഈശോ മറുപടി പറയുകയാണ്, സാധിക്കുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ഇത് ഈശോ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ ശക്തമായ ഒരു വചനമാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ വചനവും നിറവേറുന്നു. ഈശോ ആ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. ആ പിതാവ് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. മൂന്നാമതായി മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ സിനഗോഗ് അധികാരിയായ ജായിറോസിനോട് ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ മകൾ മരിച്ചിരുന്നു. അദ്ദേഹം ദുഃഖത്തിലായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈശോ പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ മനുഷ്യൻ വിശ്വസിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ജായിറോസിന്റെ മകളെ ഈശോ ഉയർപ്പിക്കുകയും അവളെ ആ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ ഈ 3 വചനങ്ങളുടെയും പ്രത്യേകത, ഈ 3 വചനങ്ങളും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിറവേറി എന്നതാണ്. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ വചനങ്ങൾ നിറവേറും. ഒന്നാമതായി ഈശോ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. രണ്ടാമതായി ഈശോ പറയുന്നു, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. മൂന്നാമതായി ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഓർക്കാവുന്ന, നമുക്ക് ശക്തി പകരുന്ന വചനങ്ങളാണ് ഈ വചനങ്ങൾ. അടുത്തപടിയായി ഈശോയുടെ അടുത്തേക്ക് വന്ന ജനങ്ങളെ ഈശോ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത് എന്ന് നമുക്ക് നോക്കാം. വാസ്തവത്തിൽ ഈശോയുടെ അടുത്തേക്ക് വന്ന് സൗഖ്യം പ്രാപിച്ച, അത്ഭുതം കണ്ട, രോഗശാന്തി കണ്ട ഓരോരുത്തരോടും ഈശോ പറയുന്നത് ഒരേ കാര്യമാണ്. ഈശോ അവരോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈശോ പറയുന്നു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ ശക്തിയാലാണ് അവർ സൗഖ്യം പ്രാപിച്ചത് എങ്കിലും ആ ശക്തി പ്രവർത്തിക്കാൻ കാരണമായത് അവരുടെ വിശ്വാസമാണ്. വിശ്വാസത്തോടെ യേശുവിനെ സമീപിച്ചത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ശതാധിപനോട് ഈശോ പറയുന്നു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ഈശോ ഇത് പറഞ്ഞ ഉടനെ തന്നെ അകലങ്ങളിലായിരുന്ന അവന്റെ ഭൃത്യൻ സുഖപ്പെട്ടു. അവൻ ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഭൃത്യനെ കൊണ്ടുവന്നിരുന്നില്ല. ഭൃത്യൻ വീട്ടിലായിരുന്നു. എന്നാൽ നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അകലങ്ങളായിരുന്ന ആ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചു. അവന്റെ വിശ്വാസത്തെ പ്രതിയാണ് കർത്താവ് അവന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ 12 വർഷമായി രോഗബാധിതയായിരുന്ന സ്ത്രീയോട് ഈശോ പറയുന്നു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. അവൾ വിശ്വസിച്ചത് ഇതായിരുന്നു,
യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. തിരിച്ച് ഈശോ അവളോട് പറയുകയാണ്, നീ എന്താണോ വിശ്വസിച്ചത് അത് നിനക്ക് സംഭവിക്കട്ടെ. അപ്പോൾ യേശുവിന്റെ ശക്തി അവരിൽ പ്രകടമാകാൻ കാരണമായത് അവരുടെ വിശ്വാസമായിരുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ശക്തി നമ്മിൽ വെളിവാകുന്നത്. വിശ്വാസം കൂടുന്നതനുസരിച്ച് യേശുവിന്റെ ശക്തി കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വാസത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹം നേടുന്നവരായിരിക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ 2 കുരുടന്മാരോട് ഈശോ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോയിക്കൊള്ളുക. ഉടനെ തന്നെ അവർക്ക് കാഴ്ച ലഭിച്ചു. അവരുടെ വിശ്വാസം വഴി അവർക്ക് കാഴ്ച ലഭിച്ചു. വിശ്വാസമാണ് ആ അത്ഭുതം നടക്കാൻ കാരണമായത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന കാനാൻകാരി സ്ത്രീയോട് ഈശോ പറയുന്നു, നിന്റെ വിശ്വാസം വലുതാണ്, അതിനാൽ നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. ഉടനെ തന്നെ അവളുടെ പുത്രിയും സൗഖ്യം പ്രാപിച്ചു. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാമത്തെ വചനത്തിൽ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചിരുന്ന അന്ധനായ ബർത്തിമയോട് ഈശോ പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ഉടനെ തന്നെ അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലും യേശുവിന്റെ അടുത്തേക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വന്നവരോട് ഈശോ പറയുന്നത് ഒരു കാര്യമാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട വലിയ ഒരു പാഠം, യേശുവിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ, യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. യേശുവിന് ശക്തിയുണ്ട്, യേശുവിന് മനസ്സുണ്ട്. എന്നാൽ യേശുവിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു പശ്ചാത്തലം ഉണ്ടാകണം, അതിനെ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകണം. അത് വിശ്വാസത്തിന്റെ പശ്ചാത്തലമാണ്. വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ശക്തി നമ്മിൽ പ്രകടമാകുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ യേശുവിന്റെ അടുത്തേക്ക് സൗഖ്യത്തിന് വേണ്ടി വന്നവരോട് ഈശോ ചോദിക്കുമായിരുന്നു, ഞാൻ ഇത് ചെയ്യാൻ കഴിവുള്ളവനാണെന്ന്, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ 2 കുരുടന്മാർ യേശുവിനെ സമീപിക്കുന്നു, ഞങ്ങൾക്ക് കാഴ്ച തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവരെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ വിശ്വാസം പരീക്ഷിച്ചു നോക്കുന്നു. അവരോട് ചോദിക്കുന്നു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവർ പറഞ്ഞു, ഊവ് കർത്താവേ. അപ്പോഴാണ് ഈശോ അവരെ സുഖപ്പെടുത്തിയത്. വാസ്തവത്തിൽ അങ്ങേക്ക് ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവര് പറഞ്ഞപ്പോഴല്ല ഈശോയ്ക്ക് അവരെ സുഖപ്പെടുത്താനുള്ള കഴിവ് ഉണ്ടായത്. അതിനു മുമ്പേ ഈശോയ്ക്ക് അവരെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നു. ഈശോയ്ക്ക് അവരെ സൗഖ്യപ്പെടുത്താനുള്ള മനസ്സുമുണ്ടായിരുന്നു. എന്നാൽ ഈശോയുടെ ശക്തി അവരിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് വിശ്വാസം വേണം. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന്. അവർ വിശ്വാസം ഏറ്റുപറഞ്ഞു. ഉടനെ തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു. ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലിസ്ത്രായിൽ. അവിടെ പൗലോസിന്റെ പ്രസംഗം കേട്ടവരിൽ ഒരു മുടന്തനായ മനുഷ്യനുണ്ടായിരുന്നു. പൗലോസ് ഈ മുടന്തനായ മനുഷ്യനെ നോക്കിയപ്പോൾ പൗലോസിന് മനസ്സിലായി, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ട് എന്ന്. അത് കണ്ട ഉടനെ പൗലോസ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കാലിൽ ഉറച്ച് നിൽക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് പൗലോസിന്റെ പ്രസംഗം കേട്ടവരിൽ അനേകരുണ്ടായിരുന്നു. അനേകർക്ക് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ പൗലോസ് സംസാരിക്കുന്നത് ഈ വ്യക്തിയോട് മാത്രമാണ്. അതും ഉടനെ തന്നെയല്ല. പൗലോസ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ്. അവൻ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം കേട്ട് അവൻ വിശ്വാസത്തിൽ വളർന്ന് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസത്തിലേക്ക് അവൻ എത്തി. ആ ഘട്ടത്തിലാണ് പൗലോസ്ലീഹ പറയുന്നത്, നീ എഴുന്നേറ്റ് സ്വന്തം കാലിൽ നിൽക്കുക. നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ വചനം കേട്ടും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുമ്പോൾ, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസത്തിലേക്ക് വളരുമ്പോൾ, അപ്പോൾ അത്ഭുതം നടക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉയരുമ്പോൾ, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്
കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. വിശ്വാസം വഴിയാണ് ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് വന്ന എല്ലാവരും വിശ്വാസത്തോടെ വന്നവരായിരുന്നില്ല. ചിലരൊക്കെ യേശു എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വന്നവരായിരുന്നു. ചിലർ യേശുവിനെ പരീക്ഷിക്കാൻ വന്നവരായിരുന്നു. ചിലർ യേശുവിനെ ചെറുതാക്കി കാണിക്കാൻ, വിമർശിക്കാൻ വന്നവരായിരുന്നു. അത്തരമൊരു ഉദാഹരണം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ സ്വന്തം ഗ്രാമത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. ഈശോയെ അറിയാവുന്നവരും അറിയാത്തവരുമായി അനേകർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. ഈശോ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി, സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരാരും ഈശോയെ കാര്യമായി പരിഗണിച്ചില്ല. അവർ ഈശോയെ വളരെ ചെറുതാക്കി കണ്ടു. ഈശോയെ അവര് വില കുറച്ച് കണ്ടു. അവർ പറഞ്ഞു, ഇവൻ ആരാണ്? ഇവനെ നമുക്കറിയാമല്ലോ, ഇവൻ നമ്മുടെ നാട്ടിൻപുറത്തുകാരനല്ലേ, ഇവന്റെ സഹോദരങ്ങൾ നമ്മുടെ കൂടെയില്ലേ, ഇവൻ മരപ്പണിക്കാരനല്ലേ, ഇവൻ എവിടെ നിന്നാണ് ഇത്രയും ജ്ഞാനം കിട്ടിയത്? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ അവനിൽ വിശ്വസിച്ചില്ല. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വചനമാണ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം കാണുന്നത്. നാം ഇപ്രകാരം വായിക്കുന്നു, ഏതാനും ചില രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാൻ അല്ലാതെ മറ്റു അത്ഭുതം ഒന്നും ചെയ്യാൻ അവന് സാധിച്ചില്ല. യേശുവിന് അത്ഭുതം ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. ഇത് വിശ്വസിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം യേശു സർവശക്തനാണ്, ഏത് അത്ഭുതവും ചെയ്യാൻ കഴിയുന്നവനാണ്, ദൈവമാണ്. എന്നാൽ ഇവിടെ അത്ഭുതം ചെയ്യാൻ സാധിച്ചില്ല. കടലിന് മുകളിലൂടെ നടന്ന യേശുവിന്, മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിന്, തളർവാദ രോഗികൾക്ക് ശക്തി കൊടുത്ത യേശുവിന് കഫർനഹൂമിൽ സ്വന്തം ഗ്രാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? 6-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറിച്ച് അവൻ വിസ്മയിച്ചു. അവർ വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തത് കൊണ്ട് അവന്റെ ശക്തി അവരിൽ പ്രവർത്തിച്ചില്ല. വിശ്വസിക്കാത്തത് കൊണ്ട് യേശുവിന്റെ ശക്തി അവരിൽ പ്രകടമായില്ല. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, യേശുവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ശക്തി ഉണ്ടെങ്കിലും, യേശുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ മനസ്സുണ്ടെങ്കിലും, നമ്മൾ വിശ്വാസത്തോടെ ഒരുങ്ങിയിരിക്കുന്നില്ല എങ്കിൽ, നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിശ്വാസം കൊണ്ട് നിറയ്ക്കുന്നില്ല എങ്കിൽ, അത്ഭുതം കാണാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്, ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കില്ല. ഈശോ പോലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാതെ പോയ അവസരമാണ് ഇത്. കാരണം എന്തായിരുന്നു? അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം, ഈശോ നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, ഈശോയിൽ നിന്ന് നമ്മൾ അത്ഭുതങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതിന് തക്കതായൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. വിശ്വാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സാധാരണ രീതിയിൽ മനുഷ്യരെല്ലാവരും 2 വിധത്തിലാണ് വിശ്വസിക്കുന്നത്. കുറെ പേർ ബുദ്ധി കൊണ്ട് വിശ്വസിക്കും, കുറെ പേർ ഹൃദയം കൊണ്ട് വിശ്വസിക്കും. ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. എന്നാൽ യഥാർത്ഥ വിശ്വാസം ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ യാക്കോബ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, നല്ല കാര്യം. എന്നാൽ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ പിശാചുക്കൾ ദൈവത്തിന്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? പിശാചുക്കൾ പോലും സമ്മതിക്കും ദൈവം ഏകനാണെന്ന്, ദൈവം സർവശക്തനാണെന്ന്. അത് ബുദ്ധി കൊണ്ടുള്ള ഒരു സമ്മതിക്കലാണ്. നീയും അത്രയാണ് വിശ്വസിക്കുന്നത് എങ്കിൽ എന്താണ് നിന്റെ പ്രത്യേകത എന്നാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെടുത്തി സുവിശേഷങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല സന്ദർഭങ്ങളിലും യേശുവിൻ്റെ അടുത്തേക്ക് അശുദ്ധാത്മാക്കൾ ബാധിച്ച മനുഷ്യര് വന്നിരുന്നു. അവർ യേശുവിനെ ദൈവമായി അംഗീകരിച്ചിരുന്നു, യേശുവിൻ്റെ ദൈവത്വത്തെ അവർ സമ്മതിച്ചിരുന്നു. എന്നാൽ യേശുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ അപ്രകാരം അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ യേശുവിനെ സമീപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നത്, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നീ എന്തിനാണ് എന്നെ നശിപ്പിക്കാനായിട്ടാണോ വന്നിരിക്കുന്നത്? നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? വാസ്തവത്തിൽ ഈ മനുഷ്യൻ പറയുന്നത് സത്യമായ കാര്യമാണ്. നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, അത് ശരിയാണ്, ബുദ്ധി കൊണ്ട് സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു.
എന്നാൽ അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ഇതാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്ന ചോദ്യം. ദൈവമേകനാണെന്ന് മാത്രം നീ പറഞ്ഞാൽ പിശാചുക്കളും അങ്ങനെ സമ്മതിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ പിശാചു ബാധിതനായ മനുഷ്യൻ പറയുന്നത് നീ ആരാണെന്ന് എനിക്കറിയാമെന്ന്? ദൈവത്തിന്റെ ശക്തിയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് നാം പറയുന്നത്? പിന്നീട് അവൻ പറയുന്നുണ്ട്, എന്റെ കാര്യത്തിൽ നീ എന്തിന് ഇടപെടുന്നു? അപ്പോൾ അവന്റെ മനോഭാവം എന്താണ്? നീ സർവശക്തനാണ്, നീ ദൈവപുത്രനാണ്, നീ പരിശുദ്ധനാണ്, പക്ഷെ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. എനിക്കും നിനക്കും തമ്മിൽ ബന്ധമില്ല. അത് വിശ്വാസമല്ല. വിശ്വാസമാണെങ്കിൽ ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കാൻ തയ്യാറാകണം. ദൈവത്തോട് ബന്ധത്തിലായിരിക്കാൻ പരിശ്രമിക്കണം. ദൈവത്തിന് തന്റെ ജീവിതം കൊടുക്കാൻ തയ്യാറായിരിക്കണം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകുന്നത്. ദൈവം സർവശക്തനാണെന്നും പരിശുദ്ധനാണെന്നും സമ്മതിച്ച് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ അനുവദിക്കാതിരുന്നാൽ ആ വിശ്വാസം ആഴമായ വിശ്വാസമല്ല, ബുദ്ധി കൊണ്ട് വെറുതെ ഏറ്റുപറയുന്നത് മാത്രമാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വചനത്തിലും സമാനമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അശുദ്ധാത്മാക്കൾ യേശു ദൈവമാണെന്ന് വിളിച്ചു പറയുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. പക്ഷെ ജീവിതം സമർപ്പിക്കാൻ അവരാരും തയ്യാറല്ല. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ വീണ്ടും നാം കാണുന്നു, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിനെ കണ്ട് അലറി വിളിക്കുന്നു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നീ ദൈവത്തിൽ നിന്ന് വരുന്നവനാണ് എന്നൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ വീണ്ടും പറയുന്നു, നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അപ്പോൾ ദൈവം പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, ദൈവം ഏകനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, ദൈവം സർവശക്തനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ അവന് ഇടപെടാൻ നമ്മൾ അവസരം നൽകണം. അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ ഇടം നൽകണം. അപ്പോഴാണ് വിശ്വാസം പരിപൂർണമാകുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്, നീ ദൈവം ഏകനാണെന്ന് പറയുന്നോ? നല്ല കാര്യം, പിശാചുക്കളും അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിശാചുക്കളിൽ നിന്നും വ്യത്യസ്തമായി നാം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? പിശാചുബാധിതരായ മനുഷ്യർ ബുദ്ധി കൊണ്ട് സമ്മതിക്കുന്നുണ്ട് ദൈവം ഏകനാണെന്നും സർവശക്തനാണെന്നും. നമ്മൾ അത്രയും ചെയ്താൽ പോരാ, മറിച്ച് ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. ബുദ്ധി കൊണ്ടുള്ള വിശ്വാസവും ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നാം നോക്കണം. ബുദ്ധി കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി നോക്കി, ആലോചിച്ച് നോക്കി, ബുദ്ധി ഉപയോഗിച്ച് നോക്കി ദൈവം ഏകനാണ്, സർവശക്തനാണെന്ന് പറയുക. ഇത്രയും സങ്കീർണമായ ഒരു പ്രപഞ്ചം ശൂന്യതയിൽ നിന്ന് വന്നതല്ല. ഈ സങ്കീർണമായ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവായ ദൈവം സർവശക്തനാണ് എന്നൊക്കെ വിശ്വസിക്കാൻ ബുദ്ധി മതി. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിക്കുന്നത് ബുദ്ധി കൊണ്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ദൈവം സർവശക്തനാണ് എന്ന് പറയാനും ദൈവം എന്നെ പരിപാലിക്കുകയും എന്ന് വിശ്വസിക്കാനും വളരെ എളുപ്പമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു ദൈവം എന്നെ പരിപാലിക്കും. വാസ്തവത്തിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാണ് പറയുന്നത്, ബുദ്ധി കൊണ്ട് ആലോചിച്ചാണ് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാ തരത്തിലും സുരക്ഷിതത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ പറയുന്നു ദൈവം എന്നെ പരിപാലിക്കുന്നുവെന്ന്. ഇത് ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമാണ്. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകാത്ത കാര്യം, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യം, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം, അത് വിശ്വസിക്കുക എന്നതാണ് ഹൃദയം കൊണ്ടുള്ള വിശ്വാസം. അനുകൂലമായ ഘടകങ്ങൾ ഒന്നുമില്ലാത്തപ്പോൾ, ആരോഗ്യമില്ലാത്തപ്പോൾ, സമ്പത്തില്ലാത്തപ്പോൾ, ജോലിയില്ലാത്തപ്പോൾ ദൈവം പരിപാലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമല്ല. കാരണം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അങ്ങനെ വിശ്വസിക്കാൻ കാരണങ്ങളില്ല. പിന്നെ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അത് യഥാർത്ഥ ആശ്രയബോധമാണ്. കർത്താവ് ഇടപെടും എന്ന ശക്തമായ ഉറപ്പാണ്. ഇതാണ് ഹൃദയം കൊണ്ടുള്ള വിശ്വാസം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച രണ്ട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. പഴയ നിയമത്തിൽ ജോബിന്റെ പുസ്തകത്തിൽ ജോബിനെ നാം കാണുന്നു. ജോബ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച മനുഷ്യനായിരുന്നു. എന്നാൽ ജോബിന്റെ ഭാര്യ ബുദ്ധി കൊണ്ട് വിശ്വസിച്ചവളായിരുന്നു. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വചനങ്ങളിൽ ജോബ് ആരായിരുന്നു എന്നൊരു വിവരണം നമുക്ക് കാണാൻ സാധിക്കും. ജോബ് നിഷ്കളങ്കനായിരുന്നു,
പാപത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവനായിരുന്നു, നീതിനിഷ്ഠനായിരുന്നു, ഭക്തനായിരുന്നു. അവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. അവന് ധാരാളം സമ്പത്തും മക്കളും ആടുമാടുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ജോബിനെ കുറിച്ചുള്ള ആദ്യത്തെ വിവരണം. എന്നാൽ രണ്ടാമത്തെ അധ്യായം 7 മുതലുള്ള വചനങ്ങൾ വായിച്ചു നോക്കുമ്പോഴേക്കും ജോബിന്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ജോബ് തന്റെ ശരീരത്തിലെ വ്രണങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, ആശ്രയിക്കാൻ ഒന്നുമില്ല. ഈ സമയത്ത് ജോബിന്റെ ഭാര്യ മുന്നോട്ട് വരുന്നു. ജോബിന്റെ ഭാര്യ ജോബിനോട് പറയുകയാണ്, ഇനി എന്തിനാണ് വിശ്വസിക്കുന്നത്? അവളെ സംബന്ധിച്ചിടത്തോളം ഇനി വിശ്വസിക്കാൻ കാരണങ്ങളില്ല. കാരണം ബുദ്ധി കൊണ്ടായിരുന്നു വിശ്വസിച്ചത്. അത്രയും നാൾ ദൈവം സർവശക്തനാണെന്നും ദൈവം പരിപാലിക്കുന്നവനാണെന്നും അവൾ വിശ്വസിച്ചിരുന്നു. കാരണം എന്താണ്? ഭർത്താവിന് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ദൈവം നല്ലവനാണ് എന്ന് അവൾ വിശ്വസിച്ചു. ദൈവം സർവശക്തനാണെന്ന് വിശ്വസിച്ചു. ഇപ്പോൾ അതെല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, ഇനി ആശ്രയിക്കാൻ ഒന്നുമില്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ മുമ്പിൽ ഇരുട്ടാണ്, മുമ്പിൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ പറയുന്നു, ഇനിയും എന്തുകൊണ്ട് നീ ദൈവഭക്തനായി ജീവിക്കുന്നു? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ഇനി വിശ്വസിക്കാൻ നിനക്ക് കാരണങ്ങളില്ല, ഇനി വിശ്വസിക്കാൻ നിനക്ക് അടിസ്ഥാനങ്ങളില്ല, തെളിവുകളില്ല. ഇതായിരുന്നു അവളുടെ മനോഭാവം. എന്നാൽ ജോബ് അവളോട് പറയുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ജോബ് പറയുന്നു, നീ ഭോഷത്വം പറയരുത്. ഇത്രയും നാൾ നമുക്ക് നന്മകൾ ഉണ്ടായപ്പോൾ നമ്മൾ സ്വീകരിച്ചു, ഇപ്പോൾ തിന്മകൾ ഉണ്ടായപ്പോൾ നാം എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇത് പറയാൻ സാധിക്കുന്നത് ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്ന വ്യക്തിക്കല്ല, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന വ്യക്തിക്കാണ്. ജോബ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിട്ടും ജോബ് പതറിയില്ല. ജോബ് പറയുകയാണ്, ഈ തിന്മകളും ഞാൻ സ്വീകരിക്കും. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകാത്ത കാര്യം, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യം. പക്ഷെ ജോബ് വിശ്വസിച്ചു, ജോബ് കർത്താവിൽ ആശ്രയിച്ചു. അതിന്റെ ഫലമായി ജോബിന് അനേകം നാളുകൾക്ക് ശേഷം കൂടുതൽ ഐശ്വര്യമുണ്ടായി, കൂടുതൽ സമ്പൽ സമൃദ്ധിയുണ്ടായി. അങ്ങനെ വിശ്വാസം യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ് എന്ന് ജോബ് തെളിയിച്ചു. ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ വചനങ്ങളിൽ ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തെ അഭിവാദനം ചെയ്ത് മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഈ പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ സമർപ്പിച്ചു. ഇത് പറഞ്ഞത് ബുദ്ധി കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ? ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ബുദ്ധി കൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ഈ ഗബ്രിയേൽ ദേവദൂതൻ എന്താണ് പറഞ്ഞത്? പുരുഷനോടുകൂടെ ജീവിക്കാതെ, പുരുഷനെ അറിയാതെ കന്യകയായി നിന്നുകൊണ്ട് തന്നെ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും, ആ കുഞ്ഞിന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യം, കേട്ടുകേൾവിയില്ലാത്ത കാര്യം. പുരുഷനോടുകൂടെ ജീവിക്കാതെ ഒരു കന്യകയായി നിലനിന്നുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുക, മനുഷ്യ ശരീരത്തിന്റെ നിയമത്തിന് വിരുദ്ധം, പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധം, ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ സാധിക്കാത്ത കാര്യം. പക്ഷെ പരിശുദ്ധ അമ്മ എല്ലാം മനസ്സിനായ പോലെ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ. ഈ വചനങ്ങൾ നിറവേറുമെന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ എലിസബത്ത് അമ്മ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അങ്ങനെ പരിശുദ്ധ അമ്മ വിശ്വസിച്ചത് ബുദ്ധി കൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ എത്തുംപിടിയും കിട്ടാത്ത കാര്യങ്ങൾ സംഭവിക്കും. ആ സമയത്ത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നാം പഠിക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസം. ബുദ്ധി കൊണ്ടുള്ള വിശ്വാസം സാധാരണ വിശ്വാസം, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം. എന്നാൽ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഒരു കൃപയാണ്, ഒരു ശക്തിയാണ്. നമ്മുടെ വിശ്വാസം ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഹൃദയത്തിന്റെ തലത്തിലേക്ക് ഉയരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകുന്നത്. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.